ഹായ് ഫ്രണ്ട്സ്. സാധാരണ ലേഡീസ് ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നായിരിക്കും അവർക്ക് ചെയ്യാൻ ഇഷ്ടം? കാർഡിയോ ചെയ്യാനായിരിക്കും ഇഷ്ടം. കാർഡിയോ മോശമാണെന്നല്ല, കാർഡിയോ ചെയ്യണം. പക്ഷേ കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും ഒരുപോലെ ചെയ്യണം. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാർഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നമ്മുടെ ഹാർട്ടിന്, ലെൻസിന്, വെയിൻ്റെ എലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കാർഡിയോ വളരെ നല്ലതാണ്. നമ്മുടെ വെയിനിലെ ബ്ലോക്കും ഒക്കെ മാറാൻ, ഹാർട്ടിന് പവർ വരാൻ വേണ്ടിയിട്ട്, ഹാർട്ടിൻ്റെ അറച്ചാറൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. എന്നാൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ, ആരും പറഞ്ഞുതരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 30 വയസ്സ് വരെ ബോണിലേക്ക് കാൽസ്യം സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാൽസ്യം കൂടുതൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോണിന് ശക്തി വരും. 30 വയസ്സ് കഴിഞ്ഞാലോ ഈ കാൽസ്യം പതുക്കെ പതുക്കെ ശരീരം തിരിച്ചെടുക്കും. അതായത് ഈ കാൽസ്യം തിരിച്ചെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കുറഞ്ഞു വരും 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ലേഡീസിൽ. ഈ ഈസ്ട്രജനാണ് നമ്മുടെ കാൽസ്യം നമ്മുടെ ബോണിൽ നിന്ന് പുറത്തു പോകാതെ നോക്കുന്നത്. ഈ ഈ ഹോർമോണിന്റെ അളവ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരം എടുക്കാൻ ആരംഭിക്കും. ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് കാൽസ്യം കുറഞ്ഞ് ബോണിന് ബലം കുറയും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ആണുങ്ങളെക്കാട്ടിൽ കൂടുതൽ പെണ്ണുങ്ങൾക്കായിരിക്കും ഒരു പ്രായമായി കഴിഞ്ഞാൽ മുട്ടിന് വേദനയും കാലിന് വേദനയും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമുക്കിത് തടഞ്ഞു നിർത്താനൊരു വഴിയുണ്ട്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാകും നമ്മുടെ ബോണിന് ആരോഗ്യം വേണം, അതിന് ഉള്ള ഉപയോഗം, ബോണിനുള്ള സ്ട്രെങ്തിനുള്ള യൂസ് നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളുടെ ബോണിൽ നിന്നുള്ള കാൽസ്യം ശരീരം തിരിച്ച് പെട്ടെന്ന് എടുക്കില്ല. എന്നാൽ ഈ 30 വയസ്സിന് മുൻപുള്ള ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്താലോ കൂടുതൽ കാൽസ്യം ആഗീകരണം ചെയ്ത് കൂടുതൽ ശക്തമായ ബോണ് അവർക്കുണ്ടാകും. ഇതാണ് ശരിക്കുള്ള ഒരു ബെനിഫിറ്റ്സ് ലേഡീസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, ബൈ.